കേൾക്കണം. ഒരു ഹൈക്കോടതി വിധി നിയമവിരുദ്ധമായ കെട്ടിടം എന്ന് പറഞ്ഞ ഒരു കെട്ടിടത്തിന് കോർപ്പറേഷന്റെ ഓഫീസ് ടൈം കഴിഞ്ഞപ്പോ 5:30 മണിക്ക് പ്രത്യേക യോഗം വിളിച്ചിട്ട് അവിടെ പരിപാടി നടത്താൻ അനുവാദം കൊടുത്തു. അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത്, ഒരു സാധാരണക്കാരൻ ഒരു കെട്ടിടം പണിതാൽ ഒരു 10 സെന്റിമീറ്റർ പുറത്തോട്ട് വന്നാൽ ഇവർ അനുവാദം കൊടുക്കുവോ? ഇവിടെ 2 മാസം മുമ്പ് കമ്പി പുറത്തായിട്ടുള്ള കോൺക്രീറ്റ് പാളികൾ തകർന്നു വീഴാറായിട്ടുള്ള കെട്ടിടത്തിന് ഇവിടെ 2 മാസം മുമ്പ് അനുമതി കൊടുത്തിട്ടുണ്ട്. ഉദ്യോഗസ്ഥ ലോബിയുണ്ട്. കോർപ്പറേഷനുള്ളിലെ ചില ഉദ്യോഗസ്ഥർ ഈ കോർപ്പറേഷന്റെ ഭരണാധികാരികളുടെ കമ്മീഷൻ പറ്റുന്നവരാണ്. അവരാണ് ഇവരുടെ ഏജന്റ്, ബിനാമികൾ. ഇങ്ങനെ കോഴിക്കോട് കോർപ്പറേഷനിൽ ഒരുപാട് കെട്ടിടങ്ങൾ, നിങ്ങൾ പുതിയ ബസ് സ്റ്റാൻഡിൽ വന്ന് ഞങ്ങൾ കാണിക്കാം, അനുഭവത്തിൽ നിന്നും പാഠം പഠിക്കുന്നില്ല. അതുകൊണ്ട് മേയർ സദാശിവനെതിരെ, ഇവിടുത്തെ കോർപ്പറേഷൻ സെക്രട്ടറിക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കട്ടെ. ഞങ്ങൾ അങ്ങോട്ടാ പോകുന്നത്. ഇവിടെ നിന്നിട്ട് സ്മിത, ഇപ്പോൾ അതെ, വലിയ പ്രതിഷേധങ്ങളൊക്കെ തന്നെ അവിടെ ഉയരുന്നുണ്ട്. ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരാൻ, അതുപോലെ നടപടികളെ കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാൻ മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് ഇപ്പോൾ ബിജെപിയുടെ പ്രതിഷേധം. കൃത്യമായ നടപടികൾ വേണ്ട സമയത്ത് എടുത്തില്ല എന്നുള്ള ആരോപണമാണ് ഇവർ ഉന്നയിക്കുന്നത്. ദിലീഷ കൂടി ചേരുന്നുണ്ട്. ഇപ്പോൾ ദിലീഷ ആശുപത്രിയിലാണുള്ളത്. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളൊക്കെ വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ്. അവിടേക്ക് മരിച്ചവരിൽ ഒരാളുടെ മൃതദേഹം അവിടെ നിന്ന് എടുക്കുന്നുണ്ട്. കുടുംബാംഗങ്ങൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.